ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി മറ്റന്നാൾ. ഡൽഹി കലാപ കേസിൽ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിലാണ് വിധി. ജാമ്യം തള്ളിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിലാണ് വിധി പറയുക. ഡി ധനസുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്നും. ധനസുമോദ്, കഴിഞ്ഞ ദിവസമാണ് ഉമർ ഖാലിദിന്റെ ഈ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ വിചാരണ വേഗത്തിലാക്കണം, സമയബന്ധിതമായി നീതിയുക്തമായി വിചാരണ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ സെനറ്റർമാരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇത് എത്രത്തോളം നിർണായകമാകും ഈ സുപ്രീം കോടതി വിധിയിലെന്നാണ് മനസ്സിലാക്കുന്നത്? മറ്റു വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? 5 വർഷമായി 2020 ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പല തവണയായി വിചാരണ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലും വന്നെങ്കിലും പല തവണയായി ഈ മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഡൽഹി ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. കാരണം വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ജാമ്യം നൽകാൻ പര്യാപ്തമായ ഒരു കാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തള്ളിക്കളഞ്ഞത്. അതിൽ ഒരു അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടത്തിയിരുന്നത്. സുപ്രീം കോടതിയിൽ ദിവസങ്ങൾ നീണ്ട വാദമായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറയാൻ മാറ്റുകയായിരുന്നു. ആ വിധിയാണ് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വിധി പറയാൻ മാറ്റിവെച്ചത് അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. കൃത്യമായ വിചാരണ നടപടികൾ നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ഇതിനകം തന്നെ അമേരിക്കൻ സെനറ്റർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അത് കത്തയച്ചിരുന്നു. ഇന്ത്യ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി രജിസ്ട്രി അറിയിച്ചിരിക്കുന്നത്. ശരി, ഏതായാലും ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ മറ്റന്നാളാണ് സുപ്രീം കോടതി വിധി വരിക. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിലാണ് വിധിയുണ്ടാവുക. ജാമ്യം തള്ളിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലാണ് വിധി പറയുക. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ സെനറ്റർമാർ അടക്കം വിഷയത്തിൽ ഇടപെട്ടത്.